കഥ മീനാക്ഷി പറഞ്ഞ ഉത്തരം. രചന അജിത് നായർ. കഥ വായന രശ്മി ഗോപകുമാർ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ തറവാട്ടുവക ക്ഷേത്രത്തിൽ വരുന്നത്. ഒരു വിശേഷാൽ പൂജ. ഇവിടം വിട്ടു പോയതിൽ പിന്നെ ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല. നാട്ടിൽ അവധിക്ക് വന്ന സമയമായതിനാൽ അമ്മ നിർബന്ധിച്ചു. പഴയ പരിചയക്കാരോട് അമ്മ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു. ബാല്യം മണക്കുന്ന ഈ അമ്പലമുറ്റത്ത് ഭജനയിലെ താളങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന വൃശ്ചികരാവുകൾ മനസ്സിൽ മിന്നിമറയുന്നു. ദാ അമ്മ വിളിക്കുന്നു. മുന്നിലൊരു പയ്യൻ, 15 വയസ്സോളം പ്രായം വരും. വിളിക്കുന്നത് എൻ്റെ അമ്മയല്ല, അമ്മ വിശേഷ വിസ്താരങ്ങളുടെ നിർവൃതിയിൽ തന്നെയാണ്. അമ്മയോ? ഞാൻ മുണ്ടു മടക്കിക്കുത്തി കൂടെ ചെന്നു. ആലിൻ്റെ ചുവട്ടിൽ സാരി ചുറ്റിയ ഒരു രൂപം. എന്നെ കണ്ടിട്ടും വലിയ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. ചെറുതായൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്നെ മനസ്സിലായോ? ഞാൻ ഓർമ്മകളെ കുറേ ദിക്കിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ കുട്ടിക്കാലം മാത്രം സെർച്ച് കീവേഡായി കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ഓർക്കാൻ തുടങ്ങി. ഒന്ന് മിന്നി. നീ മീനാക്ഷി. എൻ്റെ കണ്ടെത്തൽ ശരിയാണെന്ന മട്ടിൽ അവൾ തലയിളക്കി. മീനാക്ഷി, കോങ്കണ്ണി മീനാക്ഷി. സഹ്യപർവ്വത നിരകൾ പോലെയുള്ള പല്ലുകൾ. എൻ്റെ സ്ത്രീസങ്കല്പങ്ങൾക്ക് അടിത്തറ പാകിയ മീനാക്ഷി. ഇത്രയും ഞാൻ എഴുതിയത് കളറിലാണ്. ഇനി പറയാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലിപികളിൽ രേഖപ്പെടുത്തുന്നു. 6ാം ക്ലാസ് ബി. ശവക്കോട്ടയും താണ്ടി ഇനി 2 വർഷം കൂടി ഈ സ്കൂളിൽ തന്നെ പോകണം. പിന്നെയുള്ള സ്കൂളിലേക്ക് ദൂരം കൂടുമെങ്കിലും വേറെ ദിശയിലാണ്. ഈ വർഷവും മീനാക്ഷി എൻ്റെ ക്ലാസ്സിൽ തന്നെ. പഠിക്കാൻ എന്നേക്കാൾ മോശം. ടീച്ചർമാർ ചോദ്യം ചോദിക്കുകയോ അടിക്കുകയോ ചെയ്യുമ്പോൾ ഒരു കണ്ണ് ടീച്ചറിലും മറ്റേ കണ്ണ് വിദൂരതയിലും നോക്കി മീനാക്ഷി നിർവചനത്തിൽ ഒതുങ്ങാത്ത ഒരു ചിരിയിൽ അനങ്ങാതെ നിൽക്കും. ആ ചിരിയെ അന്ന് ഞാൻ വിഡ്ഢിച്ചിരിയായി കരുതുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് എനിക്ക് വിഷമം തോന്നിയിരുന്നു. കൃഷ്ണവാര്യരുടെ 2ാമത്തെ മകളാണ് മീനാക്ഷി. മീനു എന്നവളെ ആരും ചുരുക്കപ്പേരിൽ വിളിച്ചിരുന്നില്ല. നെറ്റിയിൽ ഭസ്മമില്ല, പൂക്കൾ ചൂടുകയോ പൊട്ടു തൊടുകയോ ഇല്ല. അവൾ മീനാക്ഷി മാത്രമായി നിലകൊണ്ടു. അവളെ അമ്പലത്തിൽ കണ്ടതായി ഓർമ്മയുമില്ല. വളരെ മതസൗഹാർദ്ദമുള്ള ഗ്രാമമായിരുന്നു ഞങ്ങളുടേത്. ഏതു വീട്ടിൽ കയറിയും പൂജയ്ക്കുള്ള പൂ പറിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു വാര്യർക്ക്. അതുകൊണ്ട് തന്നെ ആരും മീൻ കഴുകിയ വെള്ളമൊന്നും പൂച്ചെടിക്ക് കീഴിൽ ഒഴിക്കില്ലായിരുന്നു. എങ്കിലും ഒരു തുളസിക്കതിർ പോലും മീനാക്ഷി മുടിയിൽ തിരികിയതായി ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങൾ പോകുന്ന വഴിയിൽ നിറയെ പുല്ലു നിറഞ്ഞ പഴയ ഒരു ഇഷ്ടികക്കളം ഉണ്ടായിരുന്നു. പശുവിനെ അവിടെ കെട്ടിയിട്ട് എന്നെ പ്രതീക്ഷിക്കാത്തതുപോലെ മീനാക്ഷി അവിടെ ആകാശം നോക്കി നിൽക്കും. വളരെ കുറച്ചേ അവൾ സംസാരിക്കാറുള്ളൂ. അഥവാ എൻ്റെ സ്വതസിദ്ധമായ പൊട്ടത്തരങ്ങൾ എന്തെങ്കിലും കേട്ടാൽ മറുപടി ഒരു പതിവ് മീനാക്ഷി ചിരിയായിരിക്കും. ഭയം മുറുകെ പിടിച്ച ബാല്യം. പാമ്പ്, പച്ചിലപ്പാമ്പ്, കാള, തേനീച്ച, കട്ടിയുള്ള മീശയും കുടവയറുമുള്ള അവറാൻ. ആ ലിസ്റ്റ് അങ്ങനെ പോകുന്നു. പക്ഷെ മീനാക്ഷി ഒന്നിനെയും പേടിച്ചില്ല. വഴിമുടക്കി നിൽക്കുന്ന കാളക്കുട്ടൻ്റെ കയറു പിടിച്ച് എനിക്ക് വഴി തരും. ചാണകം ചവിട്ടിയാൽ കമ്മ്യൂണിസ്റ്റ് പച്ച പിടിക്കണമെന്നോ അല്ലെങ്കിൽ ടീച്ചർ തല്ലുമെന്നോ അവൾ വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും സ്ഥിരമായി ചരൽക്കല്ലുകളിൽ വീണ് കാൽമുട്ട് പൊട്ടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ എരിവ് ഞാൻ അറിഞ്ഞു. അവൾ മുടിയിലും വേപ്പെണ്ണയായിരുന്നോ തേച്ചിരുന്നത്? മീനാക്ഷിയുടെ ചേച്ചി സുന്ദരിക്കോതയാണ്. പിന്നിയിട്ട മുടിയും അച്ഛൻ പറിച്ചു കൊണ്ടുവരുന്ന പൂക്കളും ചൂടിയാണ് നടപ്പ്. അങ്ങ് ഹൈസ്കൂളിലാണ് പഠനം. അവൾ പോകുന്ന വഴിയിൽ കുട്ടിക്കൂറ പൗഡറിൻ്റെ മണം പിടിച്ച് നടക്കുന്ന ആൺകുട്ടികൾ. അവൾ ആൺകുട്ടികളോടാണ് കൂടുതൽ മിണ്ടുന്നതെന്ന് നാട്ടിൽ പാട്ടായിരുന്നു. മഴക്കാലമായാൽ ചെരുപ്പിടാത്ത കാലിൻ്റെ വിണ്ടുകീറിയ ഉപ്പൂറ്റിയമർത്തി വലിയ കുടയും ചൂടി മുമ്പേ നടക്കുമ്പോൾ മീനാക്ഷിക്ക് വേപ്പെണ്ണയിൽ കുതിർന്ന പശുവിൻ്റെ മണമുണ്ടായിരുന്നു. എനിക്ക് മുമ്പേ നടന്നവൾ. അവളുടെ നീണ്ട കാലടികൾ പിന്തുടരുന്ന യാത്ര. ഒരു പാമ്പിനെ കണ്ടാൽ തിരിഞ്ഞോടാതെ എന്നെ നോക്കി ആ സ്ഥിരം മീനാക്ഷിച്ചിരി പാസാക്കും. എൻ്റെ ഉള്ളിൽ തീ ആളിപ്പടരുമ്പോൾ
പാമ്പ് തിരിച്ചു പോയിരിക്കും. ഷർട്ടിൽ എവിടെയോ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു മുള്ളുകുത്തി. കാലിൽ കല്ല് തറയ്ക്കുമ്പോൾ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അതിനെ പിഴുതിങ്ങെടുക്കും. പിന്നെയും ആ മീനാക്ഷി ചിരി. അന്ന് ക്ലാസ് മുറികളിൽ ഡെസ്കുകളില്ല. 3 കാലുകളുള്ള ബോർഡിൻ്റെ അടിവശത്ത് കുത്തിയിരുന്നാണ് ഉച്ചഭക്ഷണം. ചോക്കിൻ്റെ മണം മേമ്പൊടിയായി ഉണ്ടാവും. നമ്മുടെ കറികൾ മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ മറഞ്ഞിരുന്നാണ് കഴിപ്പ്. മീനാക്ഷി വരാന്തയിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഗോതമ്പുപ്പുമാവാണ് കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാത്രവും വാങ്ങി വയലിനടുത്തുള്ള കിണറ്റിൻകരയിൽ പോയി പാത്രം കഴുകി അതിൽ നിറയെ വെള്ളം കൊണ്ടുവരും. ആ സമയത്ത് മറ്റു പെൺകുട്ടികൾ ക്ലാസ്സിന് വെളിയിലിരുന്ന് കൊത്തങ്കല്ലും വളപ്പൊട്ടും കളിക്കും. ആൺകുട്ടികൾ ഓടിപ്പിടുത്തത്തിലായിരിക്കും. അവളുടെ ഈ ചെയ്തികളെ ആരും ശ്രദ്ധിച്ചിരുന്നതായോ ആരും അടക്കം പറഞ്ഞതായോ ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോൾ പാത്രത്തിലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നെല്ലിക്കയും ഉണ്ടാകും. കൊത്തങ്കല്ല് കളിക്കുന്ന പെൺകുട്ടികൾ കല്ല് മേലോട്ടിടുമ്പോൾ അത് പിടിച്ചെടുക്കുന്നത് ആൺകുട്ടികൾക്കൊരു രസമായിരുന്നു. ഒരിക്കൽ ഉച്ച കഴിഞ്ഞ് കൊത്തങ്കല്ല് പിടിച്ചെടുക്കുന്ന ആൺപിള്ളേരുടെ സംഘത്തിൻ്റെ കൂടെ ഞാനും കൂടി. വരാന്തയുടെ തൂണിൽ ചാരി കല്ല് കളിക്കുന്ന പെൺകുട്ടികളുടെ സംഘത്തിൽ മീനാക്ഷിയില്ല. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ചോറ്റുപാത്രം കാണുന്നില്ല. ഉച്ചകഴിഞ്ഞുള്ള സദാശിവൻ മാഷിൻ്റെ അറുപോറൻ ഭൂമിശാസ്ത്രം കൂടിയായപ്പോൾ ഞാൻ ശരിക്കും മടുത്തു. ഋതുക്കൾ ഏതൊക്കെയാണെന്ന മാഷിൻ്റെ ചോദ്യത്തിന് ഋതുക്കൾ ഏതൊക്കെയായാലും എനിക്കെന്താ മാഷേ എന്ന മട്ടിൽ ഒരു കണ്ണ് മാഷിലും ഒരു കണ്ണ് വിദൂരതയിലും നോക്കി മീനാക്ഷി നിന്നു. എൻ്റെ ചിന്ത പിന്നെയും പാത്രത്തിലേക്ക് പോയി. സ്റ്റീൽ പാത്രമാണ്. അന്ന് അധികാരിയുടെ കൊച്ചുമകൾ ഗീതാറാണിക്കും ടീച്ചർമാരുടെ മക്കൾക്കും മാത്രമേ സ്റ്റീൽ പാത്രമുള്ളൂ. സ്കൂൾ വിട്ടു. ക്രാഫ്റ്റ് റൂമിൻ്റെ സൈഡിൽ ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. ഭംഗിയില്ലാത്ത ഒരു കൈ എൻ്റെ നേരെ നീണ്ടു. പാത്രവും മീനാക്ഷിയും. എവിടെ നിന്ന് കിട്ടി? കൊണ്ട് കളയുമ്പോൾ ഓർക്കണമായിരുന്നു. പിന്നെ ഒന്നും പറഞ്ഞില്ല. എനിക്കന്നൊക്കെ കൂട്ടുകാരാരുമില്ലായിരുന്നു. വല്ലപ്പോഴും മാത്രമേ മറ്റുള്ളവരെന്നെ കളിക്കാൻ കൂടെ കൂട്ടിയിരുന്നുള്ളൂ. ഒരിക്കൽ ഏറുപന്ത് കളിച്ചപ്പോൾ ദൂരെ തെറിച്ചു വീണ പന്തെടുത്തു കൊണ്ടുവരാൻ നേതാവ് എന്നോട് കൽപ്പിച്ചു. ഗ്രൗണ്ടിനും അപ്പുറം ഉയരത്തിലുള്ളൊരു കുറ്റിക്കാട്ടിലാണ് പന്ത് ചെന്ന് വീണത്. ഞാൻ എത്തിയപ്പോൾ അവിടെ പൂമ്പാറ്റയെപ്പോലെ പാവാട വിടർത്തിയിരിക്കുന്ന 2-3 പെൺകുട്ടികൾ. അന്ന് സ്കൂളിന് മൂത്രപ്പുരയില്ലായിരുന്നു. കളിയുടെ ലഹരി ഇറങ്ങി വൈകിട്ട് മടങ്ങുമ്പോൾ ആദ്യമായി അല്പം ദേഷ്യസ്വരത്തിൽ മീനാക്ഷി ചോദിച്ചു, കുട്ടിക്ക് നാണമില്ലേ? ശവക്കോട്ട കഴിഞ്ഞു. ഇനി ആശ്വാസമാണ്. ഈ വഴിയിലൂടെയുള്ള യാത്രയൊന്ന് മതിയാക്കിയാൽ മതിയായിരുന്നു. അല്പം കൂടി നടന്നാ മറ്റൊരു കഥാപാത്രം വരും, മേരിച്ചേട്ടത്തി. അവരുടെ മകൻ സ്റ്റീഫൻ ദൂരെ എവിടെയോ പോയിട്ട് മടങ്ങി വന്നിട്ടില്ല. ഇനി വരില്ലെന്ന് ഞങ്ങൾക്കും അറിയാം, അവർക്കും അറിയാമായിരിക്കും. എന്നെ കണ്ട അവർക്ക് വല്ലാത്ത സ്നേഹപ്രകടനമാണ്. അല്പം മുൻപോട്ട് മാറി മീനാക്ഷി ഒന്ന് ബ്രേക്കിടും. ഇതും നിന്റെ ദിനചര്യയുടെ ഭാഗമാണ്, അനുഭവിക്കൂ എന്ന മട്ടിൽ. സ്റ്റീഫൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കൊണ്ടുതന്നതാ. മേരി ചേട്ടത്തി ഒരു പഴയ തോർത്ത് കാണിച്ചു. ഇതിപ്പം 100ാമത്തെ തവണയായി തോർത്ത് കാണിക്കുന്നത്. പോയവർ പോയി, പോയവർ പോവട്ടെ. ആരോടെന്നില്ലാതെ മീനാക്ഷി പറഞ്ഞു. അങ്ങനെ അവൾ പ്രതികരിക്കാറില്ല. മീനാക്ഷിയുടെ മനസ്സിനെ എന്തോ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ലലനാമണിയായ ചേച്ചിയുടെ കല്യാണം 15ാം വയസ്സിൽ കഴിഞ്ഞു. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ സ്കൂളിലേക്ക് നേരത്തെ പോകാറുണ്ടായിരുന്നു. അവളുടെ കല്യാണത്തിന് സഹായകമായ കാഴ്ച കണ്ടത് സ്കൂൾ അടിച്ചു വാരാൻ വൈകി വന്ന സ്ത്രീയായിരുന്നു. 9ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റ 17കാരൻ പ്രകാശനെ കൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യത്തിൽ കെട്ടിക്കുകയായിരുന്നു. ദമ്പതികൾ പിന്നീട് തുളസിമാലയിട്ടു. കൃഷ്ണവാര്യർ ആരെയും ക്ഷണിച്ചില്ല. അന്നും മീനാക്ഷി സ്കൂളിൽ വന്നിരുന്നു. നവംബർ കഴിഞ്ഞ് തണുപ്പ് തുടങ്ങിയാൽ ചില ദിവസങ്ങളിൽ അവൾ സ്കൂളിൽ വരില്ല. വലിവിൻ്റെ അസുഖം. എങ്കിലും രാവിലെ പശുവിനെ കെട്ടുന്നത് മുടക്കാറില്ല. നവമി എത്തി. 2-3 ദിവസത്തേക്ക് പുസ്തകം തുറക്കാൻ ആരും പറയില്ല. പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കാൻ ഞാൻ പ്രത്യേക താല്പര്യം കാണിച്ചു. ഒരു ദിവസം മുമ്പ് തന്നെ എല്ലാം പത്രക്കടലാസിൽ പൊതിഞ്ഞ് പേരെഴുതി വെച്ചു. കണക്കിൻ്റെ പുസ്തകം മുകളിൽ തന്നെ വെച്ച് വിഷമമുള്ള കുറേ താളുകൾ മടക്കി വെച്ചു. വിജയദശമിക്ക് പോലും മീനാക്ഷിയെ അമ്പലത്തിൽ കണ്ടില്ല. അമ്പലവാസിയായതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടാവില്ല എന്ന് ഞാൻ എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഉറപ്പിച്ചു. സ്കൂൾ വീണ്ടും തുറന്നു.
ലെസാഗു, ഉസാഖ പഠിപ്പിക്കുന്ന കാലം. കണക്കിൽ എന്നേക്കാൾ മോശമായിരുന്നു അവൾ. വളരെ മോശപ്പെട്ട കൈയക്ഷരവും. ഒരിക്കൽ അവൾ എഴുതിയ ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് ഉയർത്തിക്കാണിച്ച് ചീത്ത പറഞ്ഞ മൈക്കിൾ സാറിനെ 2 ദിവസം കഴിഞ്ഞ് പാമ്പ് കടിച്ചു. മീനാക്ഷി കൂടോത്രം ചെയ്തിട്ടാണെന്ന വാർത്ത കുട്ടികൾക്കിടയിൽ പടർന്നു. കൂടോത്രം ചെയ്യാൻ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരാളെ കൂടി പാമ്പ് കടിപ്പിക്കണം. മീനാക്ഷി പിറുപിറുത്തു. അതാരെയെന്ന് ഞാൻ ആവർത്തിച്ചു ചോദിച്ചു. മറുപടി മീനാക്ഷി ചിരിയായിരുന്നില്ല. മുഖമാകെ ചുവന്നു. ആരോടോ പക തീർക്കാനെന്ന മട്ടിൽ അവൾ നീട്ടി ശ്വാസം വലിച്ചു. മനുഷ്യനെ കഷ്ടപ്പെടുത്തി ആ കൊല്ലത്തെ ക്രിസ്മസ് പരീക്ഷയും കഴിഞ്ഞു. ഉപജില്ലാ കലോത്സവം തുടങ്ങാൻ അധിക ദിവസമില്ല. എൻ്റെ തബല പഠനം മഹത്തായ 3-ാം വർഷത്തിലേക്കെത്തിയ കാലം. മൂക്കില്ലാ രാജ്യത്തെ മുറുമൂക്കൻ രാജാവിനെ പോലെ ഞാനുമുണ്ട് സംഘഗാനത്തിന്. പരശുരാമൻ മഴുവെറിഞ്ഞ കേരളം എന്ന ഗാനം പള്ളി സ്കൂൾ ആയതുകൊണ്ട് മഠത്തിലാണ് പ്രാക്ടീസ്. റിഹേഴ്സൽ 1-ാം ദിവസം. അറിയുന്ന വിധത്തിൽ തട്ടിയും മുട്ടിയും ഒപ്പിക്കുമ്പോൾ ഇതും കഴിഞ്ഞ് ഒറ്റയ്ക്ക് എങ്ങനെ ശവക്കോട്ടയുടെ വഴിയിലൂടെ പോകുമെന്നോർത്ത് താളം തെറ്റിക്കൊണ്ടേയിരുന്നു. പാട്ടിൻ്റെ ശ്രുതി പരിധി കഴിഞ്ഞങ്ങ് പോയത് അന്നത്തെ ആസ്ഥാന ഗായകരായ ഡെന്നിയും ലിജിമോൾ ജോസഫും സുജാത എൻകെയും ഒന്നും അറിഞ്ഞതേയില്ല. തബലയൊക്കെ കമ്പിളിപ്പുതപ്പ് കൊണ്ട് മൂടിവെച്ച് ഞാൻ നടന്ന് സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ വീട്ടിലേക്കുള്ള ഇടവഴിയുടെ അടുത്ത് മീനാക്ഷിയുണ്ട്. പശുവിനെ ഉച്ചയ്ക്കാരും മാറ്റിക്കെട്ടിയിട്ടുണ്ടാവില്ല. അതുങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തോ ക്രിമിനൽ കുറ്റം ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ശവക്കോട്ടയൊന്ന് കഴിഞ്ഞു കിട്ടട്ടെ. ശവക്കോട്ട കഴിഞ്ഞിട്ടും ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. ഇഷ്ടികക്കളത്തിലെത്തിയപ്പോൾ പശുവിനെ കാണാനില്ല. കൃഷ്ണവാര്യർ വന്ന് രാവിലെ തന്നെ അഴിച്ചോണ്ടു പോയെന്ന് മേരിച്ചേട്ടത്തി തോർത്തും കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോ മനസ്സിലായെന്ന മട്ടിൽ മീനാക്ഷി നീട്ടി ശ്വാസം വലിച്ചു. അമ്പലമൈതാനത്തിലേക്ക് ഇറങ്ങുന്ന ഇടവഴി എത്തിയപ്പോൾ അവൾ നിന്നു. ഇനി ഞാൻ സ്കൂളിലേക്ക് വരില്ല. കുട്ടി എപ്പോഴും സൂക്ഷിച്ച് നടക്കണം. ചോറുണ്ടിട്ട് പാത്രം അടച്ചു വെച്ച് തോട്ടിലെത്തുമ്പോൾ കഴുകിയാൽ മതി. പേടിക്കണ്ട, ആ തോട്ടിൽ നീർക്കോലി ഒന്നും കാണില്ല. അല്പം മുന്നോട്ട് പോയി ഒന്നുകൂടി തിരിഞ്ഞു നിന്നു. ഇഷ്ടികക്കളം കഴിഞ്ഞുള്ള പൊന്തക്കാടെത്തുമ്പോൾ ചൂളമടിക്കരുത്. ഞാനാണെന്ന് കരുതി അവൻ ഇഴഞ്ഞു വരും. അവൾ നടന്നകന്നപ്പോൾ എവിടെ നിന്നോ ഒരു പാമ്പിൻ്റെ മണം വന്നു. പിന്നെയുള്ള 2 മാസവും അവളെ എങ്ങും കണ്ടില്ല. ഞാൻ ആരോടും ചോദിച്ചതുമില്ല. 7-ാം ക്ലാസ്സിൽ തമിഴ്നാട്ടിലേക്കും പിന്നീട് അവിടം വിട്ടു പോവുകയും ചെയ്ത ഞാൻ പിന്നെ ഇപ്പോഴാണ് മീനാക്ഷിയെ കാണുന്നത്. സാരിയൊക്കെ ഉടുത്ത മീനാക്ഷി. എന്നെക്കുറിച്ച് അവൾ ഒന്നും ചോദിച്ചില്ല. അമ്മയുടെ ഗവേഷണത്തിൽ നിന്നും അറിഞ്ഞു അവളുടെ ചേച്ചി മരിച്ചപ്പോൾ കുട്ടിയെ നോക്കാൻ അയാൾ മീനാക്ഷിയെ തന്നെ കെട്ടിയെന്ന്. അല്പനേരം കൂടി അമ്പലത്തിൽ നിൽക്കണം. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു വലിയ പാത്രം നിറയെ പായസം കിട്ടി. അമ്മ അത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടുകയാണ്. ഞാൻ കാറിനടുത്തേക്ക് നടന്നു. മീനാക്ഷി എൻ്റെ അടുത്തു വന്നു. അവളുടെ പെരുവിരലിൽ ഒരു വെളുത്ത തുണിക്കഷ്ണം കൊണ്ട് ചുറ്റിയിരുന്നു. അന്ന് നിന്റെ ചോറ്റുപാത്രം എടുത്തത് ആരാണെന്ന് നിനക്കറിയോ? ആ എപ്പിസോഡ് ഞാൻ പെട്ടെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കവേ അവൾ തുടർന്നു. ഞാൻ തന്നെയാ. നീയോ? എന്തിനായിരുന്നു അത്? പഴയ മീനാക്ഷി ചിരിയോടെ അവൾ അതിന് മറുപടി പറഞ്ഞു. ആ സ്ത്രീ വിസ്മയത്തെ അന്നും ഇന്നും എന്നും ഞാൻ ബഹുമാനത്തോടെ ഓർക്കുന്ന ഒരു ഉത്തരം. ആ ഉത്തരം അതെൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ.